സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കാതിരുന്ന അണ്ടർ സെക്രട്ടറിമാർ നേരിട്ട് കമ്മീഷന്റെ മുമ്പിൽ ഹാജരാകണമെന്ന് ഉത്തരവ്. മാളയിലെ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ RTI അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് കമ്മീഷൻ വീണ്ടും ഇടപെട്ടത്. കൈക്കൂലി കേസിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ ആരാഞ്ഞതിൽ വ്യക്തമായ മറുപടി നൽകാത്തതിലാണ് ഉത്തരവ്. കഴിഞ്ഞ ഓഗസ്റ്റ് 23-നാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ കൈക്കൂലി കേസിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ 5 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. എന്നാൽ ഉത്തരവ് നടപ്പാക്കിയില്ല. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ഷാൻഡി ജോസഫിന്റെ വിവരാവകാശ അപേക്ഷ പിന്നീട് വിജിലൻസ് വകുപ്പിലേക്കും ആഭ്യന്തര വകുപ്പിലേക്കും കൈമാറിയെങ്കിലും വ്യക്തമായ മറുപടിയൊന്നും ലഭിച്ചില്ല. അപ്പീൽ നൽകിയെങ്കിലും ഫലം ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് വിവരാവകാശ കമ്മീഷനിൽ അപ്പീൽ നൽകിയത്. തുടർന്ന് 1ാം അപ്പീൽ അധികാരിയായ വിജിലൻസ് അണ്ടർ സെക്രട്ടറി മനഃപൂർവ്വമല്ലാത്ത പിഴവ് സംഭവിച്ചതായി കമ്മീഷനോട് അറിയിക്കുകയും ഇനി മുതൽ അപേക്ഷകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമായ PP കരുണാകരൻ നൽകിയ പട്ടികയിൽ കൈക്കൂലി കേസുകളിലെ പ്രതികളുടെ പേരോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളോ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനെ തുടർന്ന് പരാതിക്കാരനെയും എതിർകക്ഷികളെയും നേരിട്ട് കേട്ട ശേഷം പ്രതികളായ ഉദ്യോഗസ്ഥരുടെ പേര്, വകുപ്പ്, പിടിച്ചെടുത്ത തുക, കേസ് നമ്പർ എന്നിവ വ്യക്തമാക്കിയ രേഖ 5 ദിവസത്തിനുള്ളിൽ നൽകാൻ വിജിലൻസ് അണ്ടർ സെക്രട്ടറിയോട് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവ് നടപ്പിലാക്കിയില്ല. ഇതോടെ കമ്മീഷനിൽ വീണ്ടും ഷാൻഡി ജോസഫ് തട്ടകത്ത് പരാതി നൽകുകയായിരുന്നു. മീഡിയ ടൈം, മാള.